നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ തിരുവനന്തപുരത്തുകാരത്തെ സ്വകാര്യ അഹങ്കാരമാണല്ലോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അതിലെ ബി നിലവറ 2011 മുതൽ പിന്നെ ഇങ്ങോട്ട് നമ്മൾ ബി നിലവറ എന്ന് പറയുമ്പോൾ പേടി സ്വപ്നം പോലെയാണ് കണ്ടിരുന്നത്. ബി നിലവറ തുറന്നാൽ കടലിരമ്പി അകത്ത് കയറി നമ്മളെല്ലാവരും മുങ്ങി മരിക്കുമെന്നൊക്കെ തന്നെ 2011 പറഞ്ഞത് സ്കൂളുകളിൽ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതേ ബി നിലവറ അതാ വീണ്ടും തുറക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് വ്യാജ വാർത്തയാണ് എന്ന് കരമന ജയൻ അടക്കമുള്ളവർ പറയുന്നു. അല്ല, അത് തുറക്കേണ്ടതുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. എന്തായിരിക്കാം ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഏതായാലും പത്മനാഭനെ പോലെ കോടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെ. ഇത്രയും സ്വത്തിന്റെ ഉടമ വേറെ ആരുമില്ല. അതിപ്പോൾ ലോകം മുഴുവനും അറിയാം അല്ലെ. എന്തൊക്കെയോ ഭയങ്കര രത്നങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ് പത്മനാഭനെ ചുറ്റിപ്പറ്റി വരുന്നത്. ഇതിനിടയ്ക്ക് മോഷണങ്ങളും നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മോഷണങ്ങളും നടക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ പോയിട്ടുണ്ടെന്നും അറിയില്ല. ഏതായാലും ഈ നിലവറ ഈ ഒരു 6 നിലവറകൾ തുറക്കണം എന്നുള്ള രീതി വന്നപ്പോഴാണ് ഇത്രയേറെ രത്നങ്ങളും സ്വത്തുക്കളും ഒക്കെ പത്മനാഭനുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും നമ്മളൊക്കെ തിരുവനന്തപുരത്ത് തൊട്ടടുത്ത് കിടക്കുന്നവരറിയൂ ഇത് അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞിരുന്നെങ്കിൽ ആ നിലവറയുടെയൊക്കെ അടുത്തോടൊക്കെ പോയിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചവരും ഉണ്ട്. പക്ഷെ അത്രയേറെ സ്വത്തിൻ്റെ ഒരു ഉടമയാണ് പത്മനാഭൻ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജകുടുംബത്തെയും അല്ലെങ്കിൽ അവിടുത്തെ പല സ്വത്തുക്കളുടെയും പല ബിൽഡിങ്ങുകളെയൊക്കെ പറ്റി വലിയ ഗൂഢമായിട്ട് കൊട്ടാരത്തെയൊക്കെ പറ്റി നമുക്കറിയാലോ. കവടിയാർ കൊട്ടാരമൊക്കെ ഭയങ്കര നമുക്ക് എപ്പോഴും അതിശയം തോന്നുന്നതാണ്. അതിലെന്താണ് ഓരോന്ന് കാണുമ്പോഴും നമുക്ക് അതിശയോക്തിയാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ പലതും. പക്ഷെ എനിക്ക് ഈ ഒരു ചർച്ചയായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും പലതും ഈ പറഞ്ഞ കുതിരമാളികയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 7 കൊട്ടാരങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോഴും നാമാവിശേഷമായിക്കൊണ്ട് ആരും നോക്കാനൊന്നും ഇല്ലാണ്ട് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം ഒന്നും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോഴും രാജകുടുംബത്തിൻ്റെ എന്താണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ അയ്യോ ഇതൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നില്ല. രാജാ രവിവർമ്മ ആയുടെ പല ചിത്രങ്ങളും അവിടെയൊക്കെ പൊടിയൊക്കെ അടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്തായാലും പത്മനാഭനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഈ ഇടകാലങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ഈ പറഞ്ഞോണം മോഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊന്ന് പൊങ്ങി വന്നെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ആള് ശാന്തതയോടെ സമാധാനത്തോടെ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും ആളിനെ കുത്തി ഇളക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ നിലവറയുടെ കാര്യം പറയുമ്പോഴത്തേന് ഈ ബി നിലവറ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭരതക്കോണിൽ വടക്കോട്ടും കിഴക്കോട്ടും തുറക്കുന്ന ഒരു രീതിയിലാണ് പത്മനാഭന്റെ ഈ ഒരു നിലവറയുള്ളത്. ഈ ശിരസിന്റെ ഭാഗത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് 6 നിലവറയാണുള്ളത്. അത് 2011 ജൂണിലാണ് ബി നിലവറ ഒഴിച്ച് ബാക്കിയെല്ലാം തുറന്നത്. ഇപ്പം ശ്രീജ ആദ്യം പറഞ്ഞതുപോലെ ബി നിലവറ തുറക്കാത്തതിന് കാരണം അതായത് രാജകുടുംബം പറയുന്നത് തന്ത്രിയുടെ അതല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ്റെ ഇത് പ്രകാരം മാത്രമേ നമുക്കറിയാം. അത് ഗണിച്ച് അതിലെന്തെങ്കിലും ദേവപ്രശ്നമൊക്കെ നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ തുറക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ഇത് കേൾക്കുന്ന ചിലപ്പോൾ ആൾക്കാർ ഇതെന്തോന്ന് ഗണിച്ചും ഗുണിച്ചും ഒക്കെ നോക്കേണ്ട കാര്യമുണ്ടോ, തുറന്നാൽ പോരെ. പക്ഷെ അത് ഒരു ഹൈന്ദവ വിശ്വാസം, ഹിന്ദു വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തിന് അതീതമായിട്ട് അത് ഒരു മതങ്ങളും അത് ചെയ്യില്ല. വിശ്വാസത്തിന് അതീതമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഉത്സവങ്ങളായാലും എന്ത് നടക്കുന്നതാണെങ്കിലും ദേവപ്രശ്നം നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടെങ്കിൽ പരിഹാര മാർഗ്ഗങ്ങളൊക്കെ നിർദ്ദേശിച്ചതിന് ശേഷമാണ് ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഹിന്ദു വിശ്വാസ പ്രകാരം അങ്ങനെയാണ് ആ ഒരു ചടങ്ങ്. ജ്യോത്സ്യം നോക്കി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതും ഇപ്പോൾ രാജകുടുംബം അന്ന് സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു കേസ് വന്നപ്പോൾ രാജകുടുംബം പറഞ്ഞത് അത് സാധ്യമല്ല, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന് അതീതമായിട്ടുള്ള കാര്യമാണ്. ഈ നിലവറ തുറന്നാൽ ഈ ശ്രീജ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് പത്മനാഭൻ്റെ ശിരസിലോട്ട് കയറുന്ന, അതായത് അതിലെ ശ്രീകോവിലിനകത്തേക്ക് കയറുന്ന വഴിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയാൽ അത് വലിയൊരു നാശത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ നിലവറ ഇടയ്ക്ക് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ തുറക്കാൻ ചെന്ന ആൾക്ക് ഓർമ്മയുണ്ടോ, അന്ന് പരിക്കുകളൊക്കെ പറ്റുകയും രക്തം കാണുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അവിടെ ഭയങ്കര എന്നൊക്കെ വാർത്തകൾ ഭയങ്കരമായിരുന്നു. ആ വർഷത്തേക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പം ഇത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഒരു ഭയം ഉണ്ടാവുകയും പിന്നെ പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെ ആറാട്ടൊക്കെ വരുന്ന ശംഖുമുഖം വിമാനത്താവളമൊക്കെ അടച്ചിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കടലുമായി ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണെന്ന് പറയുന്നു. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് കയറിയവർക്കറിയാം അതിനകത്ത് പൂഴി മണലാണ്, കടലിൻ്റെ മണലാണ്. അപ്പോൾ ഒരു കാലത്ത് കടലായിരുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ അറ അതായത് സ്വാഭാവികമായിട്ട് നിലവറയിലോട്ട് പോകുന്നത് കടലിനുള്ളിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് എന്നുള്ളതും പറയുന്നുണ്ട്. കാരണം ഈ ഓരോ ഈ ചില കാട് പിടിച്ച് കിടക്കുന്നതും അതേപോലെ തന്നെ വനപ്രദേശങ്ങളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗുഹകളും ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. വാതിലുകൾ പലതും കാണാൻ പറ്റും. അപ്പോൾ ഈ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കൊട്ടാരത്തിൽ താമസിക്കുന്നവർക്ക് പോലും പല കാര്യങ്ങളും
അറിയില്ല. നിഗൂഢമായ പല കാരണങ്ങളും അതിലുണ്ട്. കാരണം ഒരു കാലത്ത് തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗം, ഇന്ത്യയുടെ ഒരു ഭാഗം മുഴുവനായിട്ട് ഭരിച്ചിരുന്ന കുടുംബമാണ്. അപ്പം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും പല പൊതുസ്വത്ത് അവർക്ക് സൂക്ഷിച്ചു വെക്കാനുമുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഈ തലമുറയിൽപ്പെട്ട ആരും തന്നെ ഈ നിലവറ തുറന്ന് കണ്ടിട്ടില്ല. അതിൻ്റെ മെയിൻ വാതിൽ തുറന്നിട്ടുണ്ട്, അതിനകത്തേക്കുള്ള ഭാഗം തുറന്ന് കണ്ടിട്ടില്ല. പക്ഷേ ചില ഈ അമിക്കസ് ക്യൂറി അടക്കമുള്ളവർ പറയുന്നു, പ്രത്യേകം കോടതി നിയമിച്ച ആൾക്കാരടക്കം പറയുന്നു 7ഓളം തവണ 1998-ലും 2002-നും ഇടയിൽ തുറന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 1990-ലും, അത് 1.5 നൂറ്റാണ്ടായിട്ട് തുറന്നു. 90-ലും 2002-ൽ ഇത് തുറന്നിട്ടുണ്ട്. 7 തവണ തുറന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മെയിൻ വാതിൽ, അതായത് ഫ്രണ്ട് വാതിൽ മാത്രമേ തുറന്നിട്ടു. അതിനകത്തേക്ക് 2 ചെറിയ അറകൾ പോലെയുണ്ട്. അത് തുറന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം സുപ്രീം കോടതി നിയോഗിച്ച ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട്, വിനോദ് റായ് എന്ന് പറയുന്ന ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് അത് പുറത്തു വരുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് 2 കുഞ്ഞ്, അതാണ് പ്രധാനപ്പെട്ടത്. അത് ഒന്ന് പത്മനാഭൻ്റെ ശിരസിലേക്ക് കയറിയെന്ന്, അതായത് ശ്രീകോവിലിന് ഉള്ളിലേക്ക് പോകുന്ന വഴിയാണെന്നും പറയുന്നു, കടലിലേക്ക് പോകുന്ന വഴിയാണെന്നും പറയുന്നു. ഒരു പക്ഷേ ഈ അറ തുറന്നു കഴിഞ്ഞാൽ കടൽ ഇരമ്പിക്കേറി ഒരു പക്ഷേ കേരളം മൊത്തം ഒടുങ്ങത്തക്ക രീതിയിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലും പറയുന്നു. അതിനപ്പുറം വിശ്വാസം പറയുന്നത് അങ്ങനെ തുറക്കാൻ പാടില്ല, അത് അടച്ചതാണ്. അത് മറ്റെന്തോ കാരണത്താൽ അന്ന് ദേവപ്രശ്നം ഇതുപോലെയുള്ള കാരണം മറ്റെന്തെങ്കിലും വന്ന് അത് അടച്ചതാണ്. എന്തായാലും അതൊരു നിഗൂഢത തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോഴും ഈ ഒരു നൂറ്റാണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുറന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ തുറന്നൂടെ എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. കാരണം വിശ്വാസങ്ങളെ പല ഈ കോണുകളിലും മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ മറ്റ് പല വമ്പൻ കളികൾ നടക്കുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. കാരണം വലിയ രീതിയിലുള്ള നിഗൂഢതകൾ നിറയുന്നു. അതായത് കോടിക്കണക്കിന് സ്വത്തുക്കളാണ് ഉള്ളത്. എയിലും ബിയിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, എയിലും സിയിലും കണ്ടതാണ്, ഇയും എഫും ഒക്കെ തന്നെ സ്ഥിരം തുറക്കുന്ന നിലവാരങ്ങളാണ്. മറ്റെല്ലാം തന്നെ ഈ കെട്ടുകണക്കിന് കോടികൾ അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, രത്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വൈരക്കല്ലുകളൊക്കെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴും തുറക്കാതിരിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പലതും മോഷ്ടിക്കപ്പെടാനുള്ള, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പശുവിന് പോലും ഒരു സമാധാനമുള്ള സാഹചര്യം. കാരണം പാല് പോലും കറന്ന് മോഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ 6 മാസത്തോളം പാല് കറന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ തരത്തിലുള്ള ഈ സ്വർണ്ണ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം. സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളെ അവിടെ സമാധാനത്തോടു കൂടി ദൈവത്തെ കാണാൻ പോലും അനുവദിക്കാതെ അത്രയും ഈ ഊട്ടി ഉറപ്പിച്ച് ഈ സംരക്ഷണം കൊടുക്കുന്നവരാണ് ഇത്തരം സംരക്ഷണത്തിൽ നിന്നും പല സംഭവ വികാസങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് സംശയിച്ചൂടെ? ഇത് വിശ്വാസത്തെ മറയാക്കിക്കൊണ്ട് പല കളികളും ഇതിന് പിന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ബി നിലവറ ഒഴിച്ച് ബാക്കിയെല്ലാം രാജകുടുംബാംഗങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു, അവർ തുറന്നിട്ടുമുണ്ട്. അതൊക്കെ ഇല്ല എന്ന് പറയുന്നതിൽ അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഒഴിച്ച് ബാക്കിയെല്ലാം തുറന്നിട്ടുണ്ട്. ഞാൻ ശ്രീജ പറഞ്ഞ ഒരു സാമൂഹിക നിരീക്ഷക, കാരണം ഈ ചാനൽ ചർച്ചകളൊക്കെ വാർത്ത വരുന്ന ഓരോ നിരീക്ഷകരാണല്ലോ. അപ്പം ഞാൻ എന്തായാലും ഒരു സാമൂഹിക നിരീക്ഷക എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. നമ്മൾ ഒരു ചോക്ലേറ്റ് അത് പൊതിഞ്ഞ് വെച്ചു, എനിക്കിപ്പോൾ ഷുഗറാണ്, ശ്രീജ പറയും ഇത് തൊട്ടു പോകരുത്, അത് പൊതിഞ്ഞ് അടച്ച് ഡപ്പയിലാക്കി വെച്ചേക്കാണ്. അപ്പം ശ്രീജ പറയും ഇത് തൊട്ടു പോകരുത്, അതിൽ ഷുഗറാണ്, അതുകൊണ്ട് തൊടാൻ പാടില്ല. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഡപ്പ കാണുമ്പോൾ തുറക്കാനുള്ള വ്യഗ്രത എനിക്ക് കൂടും. ഒരു പക്ഷേ അത് കുറേ ചോക്ലേറ്റുകൾ ഓപ്പൺ ആക്കി വെച്ചേക്കാം, നമുക്ക് ഏത് നിമിഷവും എടുത്ത് കഴിക്കാനുള്ള ഇതാണെങ്കിൽ അതിന് വലിയ ഒരു പ്രാധാന്യം എനിക്ക് കൊടുക്കുക. ഇനി എത്ര ഷുഗർ ആണെങ്കിലും ഞാൻ കഴിക്കാൻ പോകില്ല. ഇതാണ് പൊതുവെ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ സൈക്കോളജി പരമായിട്ട്. അപ്പം ഇതിൽ ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഈ പറയുന്നോണം വിശ്വാസത്തിൽ വലിയ വിശ്വാസം ഇതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ഇപ്പം ശ്രീജ തുറക്കുന്നതിനോട് എന്നാൽ അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമുണ്ട്, വിശ്വാസം എന്നുള്ളത്, മതവിശ്വാസം എന്നുള്ളത്. അത് വരുമ്പോൾ ഒരു പക്ഷേ ഇത് അവർ പറയുന്നത് തുറക്കണ്ട എന്നുള്ളത്. കാരണം ഈ വിശ്വാസമുണ്ട് അവിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഈ നിരീക്ഷകരുമുണ്ട്. ഈ 3 തലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വിഭാഗം പറയും എന്തുകൊണ്ട് തുറന്നാൽ എന്താ സംഭവിക്കുന്നത്. ഇനി മറ്റൊരു വിഭാഗം അതൊരു വിശ്വാസമാണ്, ഈശ്വരനുണ്ടോ ഇല്ലേ എന്നുള്ളതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് തുറക്കരുത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയമാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലേ? ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്കൊന്നും ഇന്ന് വരെ അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനോ ഒക്കെ അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള മതങ്ങളിലുള്ള ഒരു വിശ്വാസമാണ്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് തുറന്നുകൂടാ? തുറന്നാൽ വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. ഒരു ഉദാഹരണം ചിലപ്പോൾ ഒന്നും കാണത്തില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റ് ആണ് വെക്കുന്നതെങ്കിൽ വെക്കുന്ന ആൾക്കറിയാം അതിനകത്ത് ചോക്ലേറ്റ് ആണ് ഇരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ കണ്ട ആൾക്കറിയാം അതിനകത്ത് ചോക്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പറഞ്ഞ അറിവാണ്. അതായത് രാജകുടുംബാംഗങ്ങൾ തന്നെ പറയുന്നു ഞങ്ങളുടെ ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ ആരും തന്നെ അവിടെ തുറന്നിട്ടതായി കണ്ടിട്ടില്ല, അതിനകത്ത് എന്താണുള്ളതെന്ന് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആരാണ്? നമ്മൾ സാധാരണക്കാരായ ഭക്തജനങ്ങളെയല്ലേ വിശ്വാസികൾ എന്ന് പറയുന്നത്. അതിൽ പലരുടെയും ആഗ്രഹം എന്താണ്? ചിലപ്പോൾ ഒരു പക്ഷെ തുറന്ന് കാണുക, അത് തിട്ടപ്പെടുത്തി വെക്കുക എന്ന് തന്നെ ആയിരിക്കില്ലേ. അതിനപ്പുറത്തേക്ക് ആരാണിത് വിലക്ക് ഏർപ്പെടുത്തുന്നത്?
ആരാണ് വിലക്ക് ഏർപ്പെടുന്നത്, ആർക്കാണ് ഇത് കാണണ്ട എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഈ വിശ്വാസികളോടും പറഞ്ഞു പഠിപ്പിച്ചതല്ലേ, അത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചതല്ലേ എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ കാര്യം ഇപ്പം പഴയ അമ്മൂമ്മമാരൊക്കെ പറയില്ലേ, അതിങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്, ഈ പറഞ്ഞോണം മാസമുറയായി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലേക്ക് പോകരുത്, അല്ലെങ്കിൽ കാലിന്മേൽ പെൺകുട്ടികൾ കയറ്റി വെക്കരുത്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതാണ് പിന്നെ ഈ പറഞ്ഞോണം പുതിയ തലമുറകളിലേക്ക് കൈമാറി വന്നത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല, കാലിന്മേൽ തന്നെ കയറ്റി വെക്കുക, എന്താ പ്രശ്നം? പക്ഷെ അന്നത് പറയുന്നതിൽ ഒരു ഇതുണ്ട്. അങ്ങനെ വെച്ചാൽ ഈ പറഞ്ഞോണം ചെറിയ കുട്ടികളൊക്കെ വെക്കുമ്പോൾ ശാരീരികമായി യൂട്രസ് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത് അന്ന് ഏതോ ഒരു അമ്മൂമ്മ അത് അന്നത്തെ ഇതനുസരിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് അത് പിന്നീട് വേറൊരു രീതിയിൽ എന്തോ ദോഷമുണ്ടാകും എന്നുള്ള തരത്തിൽ വന്നത്. മാത്രമല്ല ഇപ്പോൾ പറയും എന്താണ് മാസമുറ സമയത്ത് ക്ഷേത്രങ്ങളിൽ കയറരുത്, അത് ഇങ്ങനെ പറഞ്ഞത് ആ ഒരു വീട്ടിനകത്ത് മര്യാദയ്ക്ക് അന്നത്തെ ഈ പ്രത്യേകിച്ച് ഈ മാസമുറ സമയത്ത് നമുക്ക് ആവശ്യം ഒരു റെസ്റ്റൊക്കെ വേണം. അപ്പം അന്നത്തെയൊക്കെ പെൺകുട്ടികളൊക്കെ ഇല്ല പറങ്കിമാവിലും മാവിലും ഒക്കെ ചാടി കയറി നടക്കുന്നുണ്ടും അല്ലെങ്കിൽ അമ്പലത്തിൽ കയറി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ അന്ന് പറഞ്ഞതായിരിക്കും, നീ മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും, നിനക്ക് റെസ്റ്റാ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിള്ളേരോട് പറയില്ലേ, മക്കളെ ഇത് ചെയ്താൽ മറ്റേത് തരാം അല്ലെങ്കിൽ മറ്റേത്, ഇങ്ങനെ ഓരോന്ന് അത് ഇങ്ങനെ തലമുറകൾ കൈമാറും. പക്ഷേ ഇതിന് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണും. ഇപ്പം പണ്ട് സപ്തർഷികൾ എന്ന് പറയുന്നത് കണ്ടെത്തിയതാണ്. അപ്പം ഇതിനൊക്കെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അത് സപ്തർഷികളായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് 7 നക്ഷത്രങ്ങളായിട്ട് ഇന്നത്തെ കാലഘട്ടം അത് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ അത് ഓരോ വിശ്വാസത്തിൻ്റെ പേരിൽ കണ്ടെത്തുന്നു, ഇന്നത് യുക്തിപരമായിട്ട് നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ ഈ നിലവറയിൽ ഒരു പക്ഷേ രാജകുടുംബത്തിന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ജോത്സ്യൻ പറയുന്നത് മാത്രമേ, ഇതിന് ശാസ്ത്രീയ വശങ്ങളുണ്ട്. അപ്പോൾ ആ ശാസ്ത്രീയ വശങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശ്രീജ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്തുകൊണ്ട് അത് തുറന്നുകൂടാ? ശാസ്ത്രീയ വശങ്ങൾക്ക് അപ്പുറം വിശ്വാസത്തിൻ്റെ പേരിലാണ് നിൽക്കുന്നത്. മറ്റെന്തെങ്കിലും ശാസ്ത്രീയ വശങ്ങളുണ്ടോ? അതിന് വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഇത് രൂപീകരിച്ചുകൊണ്ട് ശാസ്ത്രീയപരമായിട്ട് ഗവേഷകർ കണ്ടെത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ ഗവേഷകരെ ഇതിനു വേണ്ടി നിയോഗിച്ചുകൊണ്ട് ഇതിൽ എന്തെങ്കിലും സാധ്യതകൾ ഈ പറയുന്നത് പോലെ കടലിരമ്പി വരും, നമ്മൾ അങ്ങനെ നമുക്ക് മൊത്തം തള്ളിക്കളയാനാവില്ല. ഈ കടലിരമ്പി വരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ കടലിന്റെ ഇരമ്പിൽ ശബ്ദം നമുക്ക് ആ കല്ലിൽ നിന്നും കേൾക്കാൻ സാധിക്കും. അതെ അതെ, ഈ പല പഴയ കാര്യങ്ങൾ ഡോറുകളൊക്കെ തുറക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഒന്ന് തന്നെയായിരിക്കും അതിന്റെ ബേസ്, ഒരു ഇതിൽ അടിസ്ഥാനത്ത് നിൽക്കുന്ന ചിലപ്പോൾ ഒരു ആണിയിലായിരിക്കും. ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്ഷേത്രത്തിന് മറ്റെന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞോണം ശ്രീകോവിലേക്ക് പോകുന്നതാണ്, അതിൽ മറ്റെന്തെങ്കിലും സാധ്യതയുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് ഒരു ഗവേഷകരെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു സംവിധാനം നിയോഗിച്ചുകൊണ്ട് അത് കണ്ടെത്തുക. കാരണം ഇതിപ്പോൾ ഒരു ആവശ്യമായി വന്നേക്കുവാണ്. പക്ഷേ രാജകുടുംബം പറയുന്നത്, അത് ഞങ്ങൾ തന്ത്രി പറയുന്നത് വരെ അതനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ഒരു വിഭാഗം വ്യക്തിപരമായ അഭിപ്രായത്തിൽ കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ 2011 ഒരു സംഭവ വികാസങ്ങൾ നടക്കുന്നത്. അന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏതോ രാജാവ് സാധാരണക്കാർ കൊടുക്കേണ്ട സ്വർണവും പണവുമാണ് ഇപ്പോൾ ഇങ്ങനെ പൂഴ്ത്തി വെച്ചേക്കുന്നത് എന്നുള്ളത്. അത് ഒരു പക്ഷേ ശരിയാണ് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതായത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ അന്നത്തിന് വകയില്ലാത്ത മനുഷ്യന്മാർക്ക് ഒരു പക്ഷേ ഇത് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതം അവനുണ്ടാകില്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഇപ്പോഴും അത് അവശേഷിക്കുക. അല്ല, ഇന്നത്തെ കാലത്ത് മന്ത്രിസഭയിൽ ഖജനാവെന്നും RBI എന്നും പറയുന്നത് പോലെ അന്ന് ബാങ്കുകളോ ഒന്നും പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത് ഈ രാജാക്കന്മാർ? ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ ധനമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അത് അറകളിൽ സൂക്ഷിച്ചു വെക്കും, അത് ആവശ്യത്തിനനുസരിച്ച് ചിലവഴിക്കും. അപ്പം ഏറ്റവും സേഫായിട്ട് ചിലപ്പോൾ അന്ന് യുദ്ധങ്ങളോ മറ്റെന്തെങ്കിലും ഒരു സന്ദർഭത്തിലായിരിക്കും അന്നത്തെ രാജാവ് ഇത്തരത്തിലുള്ള അറകളിൽ സൂക്ഷിച്ചു വെക്കുകയോ, ഇതാകുമ്പം ശ്രീകോവിലാണ് അങ്ങനെ ആരും കയറില്ല എന്നുള്ള ഇതായിരിക്കും. കാരണം ഇന്നൊക്കെ പല രാജകുടുംബങ്ങളിലെയും പല മഹാരാജാക്കന്മാരും ഒക്കെ എവിടെയൊക്കെ എന്തൊക്കെ സൂക്ഷിച്ചെന്ന് ഇന്നും നമുക്ക് അറിയില്ല. കാരണം തലമുറകൾക്ക് കൈമാറില്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും ഒരു പക്ഷേ ആ തുറന്നിരിക്കുന്ന നിലവറയ്ക്കകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടോന്ന് പോലും സംശയമാണ്. ആരെങ്കിലും കൊണ്ടുപോയി അത്രേ ഉള്ളൂ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇവർ ചൊരുക്ക് കൂട്ടുന്നത്. പക്ഷെ അന്ന് ഈ പറയുന്ന കള്ളന്മാരും ഒക്കെ ഉണ്ടല്ലോ, മാത്രമല്ല ആക്രമിക്കാൻ ശത്രുക്കൾ വരും. അപ്പോൾ അവരെന്തിനാണ് ആക്രമിക്കുന്നത്? ശത്രു എന്തിനാണ് മറ്റൊരു രാജ്യത്തെ അവിടുത്തെ പൊതുമുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇങ്ങനെയൊക്കെയുള്ള അറകളിലൊക്കെ സൂക്ഷിക്കുന്നത്. നമുക്കറിയില്ലല്ലോ അതിൻ്റെ എന്താ കാര്യമാണ്. അപ്പോൾ ഇത് ഒരിക്കലും ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് പൊതു സ്വത്താണ്. അത് ഒരു പക്ഷേ പത്മനാഭന് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള സംഗതികൾ ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞ പോലെ ഗുരുവായൂരിലും ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുക. കാരണം അതൊരു ക്ഷേത്ര വിശ്വാസം
വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള മതവിശ്വാസങ്ങളിലൊക്കെ പോകാൻ മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ഇത്തരത്തിലുള്ള സ്വത്തുകളും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അത് അവരുടെ ഓരോ വിശ്വാസികൾക്കുള്ള പൊതുമുതൽ, അത് ആ വിശ്വാസത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുമായിരിക്കും. ഇതിപ്പം ഇതൊരിക്കലും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ഇത് പ്രത്യേകമായിട്ട് മ്യൂസിയത്ത് പ്രത്യേക ഇതിൽ സൂക്ഷിച്ച് ഇതൊക്കെ കാണുവാനുള്ളതാണ്. നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്ന സംഗതി. ഇനി ഈ ഇത്തരത്തിലുള്ള സ്വർണ്ണങ്ങളോ ഇതൊന്നും നമുക്ക് ഇനി കണ്ടുകിട്ടാൻ പറ്റില്ല. അത് നമ്മുടെ കേരള ആദ്യഘട്ടത്തിൽ മ്യൂസിയം ആക്കാൻ ഒരു ചർച്ചയൊക്കെ നടന്നില്ലേ? പക്ഷെ എനിക്കൊന്ന് സുരക്ഷാ കാരണങ്ങളായിരിക്കണം. അതെ അതെ, ഇത് അങ്ങനെ നമുക്ക് ഇത് ഒന്നും ആക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ കോടികളുടെ സ്വത്താണ്. ഇതൊക്കെ ആർക്കും എങ്ങനെ വേണമെങ്കിലും ഈ പറഞ്ഞോണം പുറം രാജ്യങ്ങളാണ്, ഈ പാകിസ്ഥാൻ പോലുള്ളതിനെയൊക്കെ നമ്മൾ പേടിക്കണേ, എങ്ങനെ ഏത് രീതിയിൽ ആക്രമിക്കുക എന്നുള്ള അറിയില്ല. അപ്പം ഇന്നും നമ്മുടെ കൊഹിനൂർ രത്നം എവിടെയാണ് ഇരിക്കുന്നത്? അപ്പം ഇത്തരത്തിലുള്ള പൊതുസ്വത്ത് ഇനിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളത് കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ഒരു കണക്കിന് അത് അറയിൽ തന്നെ ഇരുന്നോട്ടെ, വെറുതെ പുറത്തെടുത്ത് മറ്റ് അടികൾ ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പത്മനാഭ നീ നിന്നെ തന്നെ കാത്തോണേ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു നമുക്ക് പറയേണ്ടി വരും. കാരണം എയും ബിയും സിയും ഒക്കെ നിലവറകൾ തുറക്കാനും അത് തുറന്ന് അതിനകത്ത് എന്താണ് ഉള്ളതെന്ന് കാണാനും ആഗ്രഹിച്ചും കാത്തിരിക്കുന്ന ചില കഴുകൻ കണ്ണുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് പത്മനാഭ നിന്നെ നീ തന്നെ കാത്തോണം. എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം? ബി നിലവറ തുറക്കണമോ വേണ്ടയോ? പക്ഷെ ഇതൊരു വ്യാജ വാർത്തയാണെന്ന് മറ്റൊരു വശത്ത് പറയുന്നുമുണ്ട്. എന്തായാലും അഭിപ്രായം പറയുക.